നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ വകുപ്പ് തല നടപടികൾക്ക് സാധ്യത. ഇത്തരക്കാർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ അതാത് വകുപ്പുകളോട് ധനവകുപ്പ് നിർദ്ദേശിച്ചു. അനർഹമായി പണം തട്ടിയെടുത്ത ഓഫീസർമാർ അടക്കമുള്ളവർക്കെതിരെ സർക്കാർ നിയമ നടപടിയിലേക്ക് കടക്കണമെന്നും ഇത്തരക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ആവശ്യം ശക്തമാക്കി. ഈ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. അനധികൃതമായി സാമൂഹിക ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ 1458 ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ അവർ ജോലി ചെയ്യുന്ന വകുപ്പുകൾക്ക് ധനവകുപ്പ് കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ മേലധികാരികൾ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ സർവീസ് ചട്ടപ്രകാരമുള്ള അച്ചടക്ക നടപടികളിലേക്ക് കടക്കും. സർവീസ് ചട്ടങ്ങളുടെ ലംഘനം നടന്നുവെന്ന് സർക്കാർ പരിശോധനയിൽ കണ്ടെത്തിയതിനാൽ വകുപ്പ് തല നടപടി ഉറപ്പാക്കും. അനധികൃതമായി കൈപ്പറ്റിയ പണം പലിശ സഹിതം തിരികെ പിടിക്കണമെന്ന ധനവകുപ്പ് നിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കുന്ന രീതിയിൽ ക്രമക്കേട് നടത്തിയ ഓരോ ഉദ്യോഗസ്ഥനെതിരെയും ഉത്തരവുകൾ അതാത് വകുപ്പ് പുറപ്പെടുവിക്കും. നടന്നത് ഗുരുതരമായ അഴിമതിയും വഞ്ചനയുമാണെന്ന് വ്യക്തമാണെങ്കിലും വകുപ്പ് തല നടപടികളിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നിട്ടുണ്ട്. ഗസറ്റഡ് ഓഫീസർ റാങ്കിൽ ഉൾപ്പെട്ടവർ വരെ പാവപ്പെട്ടവർക്കുള്ള പണം തട്ടിയെടുത്ത സംഭവം ഗുരുതര സ്വഭാവമുള്ളതായി കണ്ട് ഇത്തരക്കാരെ സർവീസിൽ നിന്ന് നീക്കണമെന്ന ആവശ്യം ശക്തമാണ്. പോലീസ് അന്വേഷണം അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്നും ക്രമക്കേടിനെ കൂട്ടുനിന്നവരെ അടക്കം നിയമ നടപടികൾക്ക് വിധേയമാക്കി സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരിലെ അനർഹരെ കണ്ടെത്താൻ കൂടുതൽ പരിശോധന നടത്താനും ധനവകുപ്പ് തീരുമാനിച്ചു. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.